ശ്രീ ഷാഫി ചലിയം, താങ്കൾ എന്താണ് പറയാൻ ഊന്നിയത്? താങ്കൾ എന്തായാലും ലീഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അങ്ങനെ ഉറച്ചൊരു മറുപടി നൽകുന്നില്ല. ഇപ്പോൾ ഈ വിഷയത്തിലൊന്ന്, മുരമ്പം വിഷയത്തിലെ കാര്യത്തിലൊന്ന് പറയാമോ? ഞാൻ ആദ്യം അതിലേക്ക് ഞാൻ വരാം. സ്മൃതിയും അതേപോലെ തന്നെ ചേക്കുട്ടിയും പറഞ്ഞതിൽ വസ്തുതാപരമായ ഒന്ന് രണ്ട് പെശകുണ്ട്. CH ശേഷം ഉപമുഖ്യമന്ത്രി പദം പിന്നെ ലീഗിൽ ആരിലേക്കും വന്നില്ല എന്നത് തെറ്റാണ്. ഔക്കാദർ കുട്ടി നഹ അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിട്ടുണ്ട്. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഉപമുഖ്യമന്ത്രി പദം PK കുഞ്ഞാലിക്കുട്ടി തനിക്ക് വേണ്ട എന്ന് പറഞ്ഞതാണ്. അല്ല, ലീഗിന് അത് നിഷേധിച്ചിട്ടില്ല. ലീഗിന് ഏത് സമയവും അതെടുക്കാം. കാരണം PK കുഞ്ഞാലിക്കുട്ടി 90കളിൽ മന്ത്രിയാകുന്ന സമയത്ത് നേരത്തെ ഉപമുഖ്യമന്ത്രി പദം വഹിച്ചിരുന്നവരൊക്കെ വെരി സീനിയർ ആളുകളായതുകൊണ്ട് അദ്ദേഹത്തിന് അത് എടുക്കാനൊരു പ്രയാസം. അതല്ലാതെ ഉപമുഖ്യമന്ത്രി പദം എന്ന സാധനം അത് ഏത് സമയവും ലീഗിന് വേണം എടുക്കാം. ലീഗ് അത് വേണ്ടാന്ന് വെച്ചതാണ്. മറ്റൊരു കാര്യം, ചേക്കുട്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് AK ആൻ്റണിയുടെ പ്രസ്താവനയാണ്. വളരെ തെറ്റിദ്ധാരണപരമായ ഒരു ഭാഗമാണത്. അതിനോട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു എന്ന് പറഞ്ഞ് തെറ്റാണ്. AK ആൻ്റണി ഡൽഹിയിൽ നിന്ന് വിമാനം വഴി തിരുവനന്തപുരത്ത് എത്തുന്നു. ഈ എത്തുന്ന ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. എന്തായിരുന്നു ആ പ്രാധാന്യം? സുപ്രീം കോടതിയുടെ ഒരു വിധി വന്ന ദിവസമാണ്. പുഷ്പഗിരി കോളേജുമായി ബന്ധപ്പെട്ട്, സ്വാശ്രയ കോളേജുമായി ബന്ധപ്പെട്ട് പുഷ്പഗിരി കോളേജിൻ്റെ മാനേജ്മെൻറ്റിന് അനുകൂലമായും സർക്കാരിനെതിരായുള്ള സുപ്രീം കോടതിയുടെ വിധി വന്ന ദിവസം ആ വിധിയോട് പത്രപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം എന്ത് പറഞ്ഞത്? 50-50 എന്ന ഒരു ഉറപ്പിന്മേൽ സർക്കാരിൻ്റെ അടുത്ത് നിന്ന് സ്വാശ്രയ കോളേജ് വാങ്ങാം, കിട്ടിക്കഴിഞ്ഞാൽ പിന്നാലെ കോടതിയിൽ പോയി ന്യൂനപക്ഷ അവകാശം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അത് നിഷേധിക്കുക. ഇത് ഈ ന്യൂനപക്ഷം എന്ന ന്യൂനപക്ഷമാണെന്ന് കരുതി ഭൂരിപക്ഷത്തിന് പ്രയാസം ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ന്യൂനപക്ഷ അവകാശത്തെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തരുത് എന്ന് പറഞ്ഞതാണ് വിഷയം. അതിന് അഹമ്മദാണ് മറുപടി കൊടുക്കുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിൽ. അതായത് മൊത്തം ന്യൂനപക്ഷങ്ങളെ മുഖ്യമന്ത്രി ആൻ്റണി എന്ത് ചെയ്തരുത്, സംശയത്തിന് നേരിലാക്കരുത്. ആരാണ് ഇവിടെ അവകാശങ്ങൾ കവർന്നിടുന്നത് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ശരി. പിറ്റേ ദിവസം ആൻ്റണി തന്നെ പുഷ്പഗിരി കോളേജ് മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിനോട് കാണിച്ച ചതിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ തിരുത്തി വായിക്കണം. ഒന്നത്. പിന്നെ നിങ്ങളിപ്പോൾ ചോദിച്ച മുനമ്പം വിഷയത്തിൽ സതീശൻ്റെ നിലപാട് ഞാൻ വളരെ കൃത്യമായി പറയാം. മുസ്ലിം സംഘടനകളുടെ ഏകോപന സമിതി യോഗം വിളിച്ചു. ആ യോഗം എടുത്തൊരു തീരുമാനമുണ്ട്. ആ യോഗത്തിൽ വഖഫ് ആണെന്ന അഭിപ്രായമുള്ള മുസ്ലിം സംഘടനകൾ അതിലുണ്ട്, വഖഫ് അല്ല എന്ന അഭിപ്രായമുള്ള മുസ്ലിം സംഘടനയുണ്ട്. അതുകൊണ്ടാണ് അതിനെ നിയമപരവും വസ്തുതാപരവുമായ വിഷയം നോക്കി സർക്കാർ തീരുമാനിക്കണമെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ വഖഫ് ആണ് അല്ല എന്ന് പറഞ്ഞാൽ അവരോട് ദേഷ്യം ഉണ്ടാകുകയാണെങ്കിൽ വഖഫ് അല്ല എന്ന അഭിപ്രായമുള്ള മുസ്ലിം സംഘടനകൾ ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ, അങ്ങനെയുണ്ട്, അവരോടും ദേഷ്യം വേണ്ടേ? അതൊന്നൊരു വിഷയമല്ല. ആ വിഷയ സംബന്ധിച്ച് വി ഡി സതീശൻ പറഞ്ഞത് നന്നായി എന്നൊരു അഭിപ്രായമുണ്ട് അല്ലേ? അങ്ങനെ പറയില്ല, രണ്ടും പറയാം. വഖഫ് ആണെന്ന് അഭിപ്രായമുള്ളവർ വഖഫ് അല്ല എന്ന് പറഞ്ഞത് അതൊക്കെ അവരവരുടെ വീക്ഷണങ്ങളാണ്. ആത്യന്തികമായ നിയമപരവും വസ്തുതാപരമായ വിഷയം നോക്കി സർക്കാർ തീരുമാനിക്കട്ടെ. ലീഗിന്റെ അഭിപ്രായം അതാണ്, നിയമപരവും വസ്തുതാപരമായ. അതാണല്ലോ ഞാൻ പറയണത്. ലീഗിന്റെ അഭിപ്രായമാണ് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത്. നിയമപരമായും വസ്തുതാപരമായും എന്താണെന്നുള്ളത് സർക്കാർ. ഇപ്പം വഖഫ് ഭൂമിയല്ലേ ബാബരി മസ്ജിദ് നിൽക്കുന്ന സ്ഥലം. സുപ്രീം കോടതി എന്താ ചെയ്ത്? സുപ്രീം കോടതി അതെടുത്ത് ആർക്ക് കൊടുത്തു? ക്ഷേത്രം ഉണ്ടാക്കാൻ കൊടുത്തു. അപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് പള്ളിക്ക് വേറെ കൊടുക്കാൻ പറഞ്ഞു. മുസ്ലിം പേഴ്സണൽ ബോർഡ് എന്താ പറഞ്ഞത്? കോടതി പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കും. ഏത് വഖഫാണെങ്കിലും ഇന്ത്യ രാജ്യത്തിന് സുപ്രീം കോടതി പറഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കണ്ടേ? അതേമാതിരി ഇവിടുത്തെ കോടതി പറയട്ടെ, വഖഫ് അല്ല എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ തീരുമാനം, ആണ് എന്ന് പറഞ്ഞാൽ അതാണ് തീരുമാനം. ശ്രീ എ സജീവൻ, താങ്കൾ കൈപൊക്കിയതുകൊണ്ട് പെട്ടെന്ന് പറയാമോ? ഞാൻ പറഞ്ഞത് ഷാഫി പറഞ്ഞല്ലോ, ഇത് ലീഗിൻ്റെ അഭിപ്രായം രണ്ടാണെങ്കിലും സർക്കാർ തീരുമാനിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഷാജി പറഞ്ഞതും ET മുഹമ്മദ് ബഷീർ പറഞ്ഞതും തെറ്റാണ്. അത് വഖഫ് ഭൂമിയാണ്, അത് ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞത്, അതിനെതിരെ വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ് എന്ന് പറഞ്ഞതിനോട് ഷാഫി യോജിക്കുന്നുണ്ടോ? അല്ല, പരസ്യ പ്രതികരണം വിലക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഞങ്ങളെ പറയാം. ഞാൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിൽ ഷാജി സാഹിബിൻ്റെ പ്രശ്നവും അതേപോലെ തന്നെ ET ബഷീർ സാഹിബിൻ്റെ പ്രസംഗവും ഞങ്ങൾ ചർച്ച ചെയ്ത് അതിന് മുകളിൽ സാദിഖലി തങ്ങളൊരു തീരുമാനമെടുത്തു.
ആ സാദിഖ് അലി തങ്ങൾ ആ തീരുമാനം വാർത്താ സമ്മേളനത്തിൽ നിങ്ങളോട് പറയുകയും ചെയ്തു. കെ.എം. ഷാജിയും പി. കെ. കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ ആ ചർച്ചയിൽ നല്ല തർക്കം ഉണ്ടാവുകയും ചെയ്തു അല്ലേ? അങ്ങനെ അല്ല, അതൊക്കെ നിങ്ങളുടെ ദൃഷ്ടിയാണ്, മനസ്സിലായോ? ചർച്ചകൾ നടന്നിട്ടുണ്ട്, മനസ്സിലായോ? ചർച്ചകൾ എന്നും നമ്മളെ പാർട്ടിയിലുണ്ട്. നിങ്ങൾക്ക് ഒരു പരിഹാസമാണ്, ഞങ്ങൾ ബിരിയാണി നിന്ന് പോരില്ല, ചർച്ച നടത്തലില്ല. ഇപ്പോൾ ചർച്ച നടത്തി നിങ്ങൾ സമ്മതിച്ചല്ലോ. അതിരൂക്ഷമായ ചർച്ച നടന്നിട്ടുണ്ട് ഓരോരോ വിഷയങ്ങളെക്കുറിച്ചും. അവസാനം തങ്ങളൊരു തീരുമാനം എടുത്തു. അത് എന്താണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പഴയത് പോയി തപ്പരുത്. അതാണ് അന്തിമം. ഓക്കെ, ശരി. Debate with Smriti Parathikkad.